അപ്പോൾ ഗായ്സ് നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും ഇത് കേരളത്തിൽ എന്തായാലും ഇങ്ങനെയല്ല. കേരളത്തിൽ ഒരു പ്ലേറ്റ് ബീഫിന് വേണ്ടി അടിയുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. ആ സ്ഥലത്ത് ഇങ്ങനെ ബീഫിനെ കുത്തിക്കയറ്റി കഴിപ്പിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിപ്പം ആ പെണ്ണ് കേരളത്തിലുള്ള ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇത് നടക്കുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. ആ പെണ്ണ് കൊടുത്ത ബീഫ് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പ്ലേറ്റും ചോദിക്കും. അതാണ് കേരളത്തിലെ പെണ്ണായിരുന്നെങ്കിൽ നടക്കാൻ പോകണം. അങ്ങനെയുള്ള സ്ഥലത്തിന് വെച്ചാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. എന്താവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ മൂവി റിലീസ് ആകുമ്പോഴത്തേക്ക് അറിയാം അവന്മാർ എന്തൊക്കെയാണ് ഇതിൽ കാണിച്ച് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. കേരളം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇവിടെ വളരെ നല്ല കുറേ കൾച്ചറും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതൊന്നും അവരെടുത്ത് ഹൈലൈറ്റ് ചെയ്യാണ്ട് ഇങ്ങനെയുള്ള ഇല്ലാത്ത കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്നിട്ട് കേരളത്തിലെ ഓരോരോ നമ്മളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും നല്ല ഒപ്പീനിയൻസ് ഉള്ള സ്ഥലമാണ് കേരളം എന്നൊക്കെ പറയുന്നത്. അവിടെയൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വേൾഡ് കാണുന്നതാണ് പലരും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് പല നെഗറ്റീവ്സും കേരളത്തിനെ പറ്റി തോന്നും. കേരളം ഇങ്ങനെയാണോ, വന്നവർക്ക് അറിയാമായിരിക്കും കേരളത്തിനെ പറ്റി, പക്ഷെ വരാത്ത പലരും കാണും. അപ്പം കേരളത്തിനെ പറ്റി കാണാത്തവർക്ക് നെഗറ്റീവ് ഒപ്പീനിയൻസ് അവരുടെ മൈൻഡിൽ കയറും. അത് വളരെ മോശമാണ്. ഇത് ഇങ്ങനെയൊക്കെ ഓരോന്ന് സിനിമയൊക്കെ ഇതാക്കുന്നത്. ഇതിലിപ്പോൾ സിനിമയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണുമ്പോൾ അറിയാൻ പറ്റും. എന്തായാലും ഇത് വളരെ മോശമാണ്. അത്രേ പറയാനുള്ളൂ.